ഹലോ എവ്രി വൺ, എല്ലാവരും എന്നെ മറന്നുപോയോ? ഞാൻ ഫുൾ തിരക്കിലായിരുന്നു. ആസ് യു ഗൈസ് ഹാവ് ഓൾറെഡി സീൻ കല്യാണ വീഡിയോ ഒക്കെ. സോ ഇന്നത്തത് ആസ് ഓൾവേസ് കുറേ ദിവസത്തെ വീഡിയോസ് ഒക്കെ കൂടി കൂട്ടിക്കുവച്ചൊരു വ്ളോഗാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് വരുന്നത് പ്രിന്റ് എടുക്കുന്ന ഷോപ്പിൽ നിന്ന്. സംഭവം എനിക്ക് ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രിന്റ് എടുത്തതായിരുന്നു. ഷോർട്സ് ഒക്കെ ഞാൻ ഓൾറെഡി ഇട്ടു, പക്ഷെ ഇതിപ്പോഴാണ് എഡിറ്റ് ചെയ്യണത്. 40 രൂപക്ക് 100-ലധികം സ്റ്റിക്കേഴ്സ് ഒക്കെ എങ്ങനെ പ്രിന്റ് എടുക്കാമെന്നൊരു ഷോർട്ട് ഞാൻ ഇട്ടിക്കണം. അപ്പോൾ ജേർണലിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അത് വേണമെങ്കിൽ ഒന്ന് പോയി ചെക്കൗട്ട് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ. ഇത്രയും സാധനങ്ങൾ എടുത്തിട്ട് എനിക്ക് വെറും 40 റുപ്യ ആട്ടോ ആയത്. പിന്നെ ഞങ്ങൾ വേറൊരു ക്രാഫ്റ്റിൻ്റെ ഷോപ്പിൽ പോയി അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങണ്ടേനു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാനും സച്ചും കൂടി എന്തെങ്കിലുമൊക്കെ തിന്നാൻ വേണ്ടിയിട്ട് പോയതാണ്. ടോക്ക് ആൻഡ് ഫോസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട് ഇവിടെ. സോ അവിടെ പോയിട്ട് ഞങ്ങൾ ലോഡഡ് ഫ്രൈസ് കഴിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ദിവസമായിട്ട് ലോഡഡ് ഫ്രൈസ് കഴിക്കാൻ ഭയങ്കര ക്രേവിങ്സ്. എനിക്ക് എവിടുന്ന് ലോഡഡ് ഫ്രൈസ് കഴിക്കണം എന്നുണ്ടായിരുന്നു. ഈ ചാനലിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ ആണ് ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് മീ ആൻഡ് ദിസ് ഈസ് മൈ ബ്രദർ സച്ചു. ആറ്റിറ്റ്യൂഡ് ഇട്ട് ഇരിക്കണമെന്ന് നോക്കണ്ട, ആളൊരു മൊയന്താണ്. അങ്ങനെ നമ്മളെ സാധനം എത്തി. സംഭവം രസമുണ്ടായിരുന്നു, പക്ഷെ കുറച്ച് ചിക്കൻ കുറവായിരുന്നു എന്നൊക്കെ തോന്നി. പിന്നെ കുറച്ച് ജ്യൂസിനെസ് ഒക്കെ കുറച്ച് കുറവായിരുന്നു. എനിക്ക് കുറച്ചുകൂടെ ക്രീമി ആയിട്ടുള്ളതാണ് ഇഷ്ടം. പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആകെ 2 ഓപ്ഷനുള്ള ഡ്രിങ്കിന് ഞാൻ തന്നെ ചൂസ് ചെയ്യണത്. ഒന്നെങ്കിൽ മിന്റ് ലൈം, ഇല്ലെങ്കിൽ ക്ലാസിക് മൊഹിത്തോ. ഒക്കെ അതാണ് കുറച്ചുകൂടി റിഫ്രഷിങ്. സച്ചു പിന്നെ ഒരു ചായയാണ് കുടിച്ചത്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നതിൻ്റെ ശേഷം ഞാൻ ഒരു പുഡിങ് കഴിച്ചു. ഞാൻ വാങ്ങിയ സാധനങ്ങൾ കാണിച്ചു തരാം. ഇത് ഒരു ഫ്ലവർ വേസ്. ഇത് ഞാൻ വാങ്ങി. വേസ് നല്ലല്ലേ പറയാം, വാസ് എന്നാണ് പറയാന്നൊക്കെ കേട്ടു. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വാങ്ങിയത്. പിന്നെ ഞാൻ ഈ ബുക്ക് കുറേ ആയി വായിച്ച് തുടങ്ങിയിട്ടാണ്. ഞാൻ വലിയൊരു ബുക്ക് സ്ലംബിലാണ്. അതുകൊണ്ട് എനിക്ക് ഒരു ബുക്കും വായിച്ച് തീർക്കാൻ കഴിയണില്ല. എന്നാൽ ഞാൻ ഫ്ലോയിലിരുന്ന് വായിക്കുന്നുണ്ട്, നല്ല ഇൻട്രസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ. പക്ഷെ എന്നാലും എനിക്ക് പണ്ടത്തെ പോലെ വായിക്കാൻ പറ്റണില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അത് ഇവിടെ തന്നെ വെച്ചിരിക്കുകയാണ്, എപ്പോഴേലൊക്കെ വായിക്കാൻ വിചാരിച്ചിട്ട്. അതിൻ്റെ കൂടെ ഇരുന്ന സമയം പോണത് അറിയാനേ പറ്റൂല. ഇപ്പം എങ്ങോട്ടായി പോണത് വെച്ചാൽ ഞങ്ങൾ ടൂർ പോവുകയാണ്. മൂന്നാർക്കാണ് പോണത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ വണ്ടിക്ക് വെയിറ്റ് ചെയ്യാണ്. വണ്ടി കയറിയപ്പോൾ ഡാൻസ് കളി തുടങ്ങിയിട്ടാ. ഓൻ്റെ ഡാൻസ് പറഞ്ഞാൽ ചൂണ്ടവരിൽ ഇങ്ങനെ മേൽക്ക് പൊന്തിച്ച് ഇങ്ങനെ ഇളകുക, അതാണ് ഓൻ്റെ ഡാൻസ്. രാജസ്ഥാനിയോ ഗുജറാത്തിയോ പഞ്ചാബിയോ അങ്ങനെ എന്തോ പറയുമല്ലോ ഈ ഒരു ടൈപ്പ് ഡാൻസിന്. അങ്ങനത്തെ ഒരു ടൈപ്പ് ഡാൻസാണ് ഓൻ്റെത്. നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി. പിന്നെ അവിടുന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോഴാണ് ഒന്ന് ഉറക്കത്തു നിന്നൊക്കെ എണീച്ച് വന്നത്. പിന്നെ അവിടുന്ന് ലച്ചുവിന് മാങ്ങ ഉപ്പും മുളകിട്ട സംഭവം ഉണ്ടല്ലോ, അത് വാങ്ങിക്കൊടുത്തു. ഞാനും തിന്നു. അതിന് ഞങ്ങളെല്ലാവരും തിന്നു. അവിടെ ഞങ്ങൾ പോയപ്പോൾ വെയിലുണ്ട്, പക്ഷെ ചൂടില്ല. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ ഞാൻ കുറേ സെൽഫി ഒക്കെ എടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ അവിടെ 2 ചേച്ചിമാർ ക്യാരറ്റ് വെക്കുന്നുണ്ടായിരുന്നു. അതിന് ഞങ്ങൾ ഓരോ കൊല ക്യാരറ്റ് എല്ലാവരും വാങ്ങി. പിന്നെ വേറൊരു സ്ഥലത്ത് പോയി അവിടുന്ന് സ്വീറ്റ് കോൺ വാങ്ങി. നല്ല അടിപൊളി വ്യൂ ആയിട്ടാ. നല്ല രസമാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. എനിക്കെന്താ അറിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്കിങ്ങനെ എവിടെയെങ്കിലും പോയാൽ ഇങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ള സ്ഥലമൊക്കെ വേണമെങ്കിൽ ഞാൻ ഭയങ്കര ഇമോഷണലായി പോകും. എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. ഇതവിടെ ഉള്ളൊരു വ്യൂ പോയിന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ആകാശവും മലയും കുന്നും ഒക്കെ കൂടി അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ ഈ ഫ്ലഷ് വാങ്ങിയ അവക്കാഡോന്റെ നല്ല സോഫ്റ്റ് ആണ് ഇട്ടത്. അതിന് ഞാൻ അവക്കാഡോ എന്ന് തന്നെ പേരിട്ടു. പിന്നെ നമ്മൾ ഏതോ ഒരു ഡാമിലൊക്കെ പോയി അവിടുന്ന് ഫുൾ ഫോട്ടോ എടുക്കൽ തന്നെയായിരുന്നു. പിന്നെ അവിടെ ഐസ്ക്രീം, നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീം 30 രൂപ ഉള്ളതിന്. അങ്ങനെ അതും കുറേ തിന്നു. പിന്നെ എവിടേക്കോ എത്തിയപ്പോൾ നല്ല മൂടൽ മഞ്ഞുണ്ടായിരുന്നു. നല്ല എന്താ പറയാ, നല്ല രസമുണ്ട് ഇനി കാണാൻ. എന്നാ ഒരു ഹൊറർ മൂവി വൈബും ഉണ്ട്. മുന്നിലുള്ളതൊന്നും അധികം കാണുന്നില്ല. പിന്നെ നമ്മൾ വട്ടവട ട്രക്കിങ് പോയി. എൻ്റെ അമ്മക്ക് ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഞങ്ങൾ ടൂർ പോയപ്പോൾ രാമക്കല്ലിൽ പോയ ആ ഒരു ട്രക്കിങ്ങിന്റെ അത്ര രസമൊന്നും ഇതിക്ക് തോന്നിയില്ല കേട്ടോ. അത്ര വൈബൊന്നും ഇല്ലായിരുന്നു. അത് മേ ബി നമുക്ക് ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോൾ അതൊരു പ്രത്യേക ഇഷ്ടമാണല്ലോ, അതുകൊണ്ടായിരിക്കും. ഇത് ടോയ്ലറ്റ് പോവാൻ ക്യൂ നിൽക്കണ എൻ്റെ കുടുംബക്കാർ. പിന്നെ ഞാൻ എന്താ പറയുക, ഇതിങ്ങനെ ഈ ഷോക്സും ചെരുപ്പും ഇടുന്നത്, എനിക്ക് ഷൂ ഇടുന്നത് അത്ര ഇഷ്ടമല്ല. എനിക്കൊരു കംഫർട്ട് ഫീൽ ചെയ്യൂല. പക്ഷെ എനിക്ക് തണുപ്പും ഉണ്ടാവും കാലിന്, അതുകൊണ്ട് ഞാൻ ഷോക്സ് ഇടും. പിന്നെ ഞാൻ മാത്രമാണോ ഈ സോക്സിന് ഷോക്സ് എന്ന് പറയാ. പിന്നെ നമ്മൾ നടന്നു പോയത് ഈ വാട്ടർഫോൾസ് ഒക്കെ ആണ്. മഴൻ്റെ ടൈം അല്ലാത്തതുകൊണ്ട് വെള്ളമൊന്നും അധികം ഇല്ല, ഒരു വൈബില്ലേനും. നല്ല അടിപൊളി വ്യൂ ആയിട്ടാ അവിടുന്ന്. പിന്നെ നമ്മൾ സ്ട്രോബെറി തോട്ടത്ത് പോയി, സ്ട്രോബെറി ഫാം. ആൻഡ് അവിടെ ഈ സ്ട്രോബെറിന്റെ പൂ നല്ല രസമല്ലേ, പക്ഷെ അത് ഇത്രയായിട്ട് ഫോക്കസ് കിട്ടുന്നില്ല. റീലിലൊക്കെ ഞാൻ കണ്ടിരുന്നത് നമുക്ക് എത്ര വേണേലും പറിച്ചു തിന്നാന്നൊക്കെ. പക്ഷെ ഞങ്ങൾ പോയപ്പോൾ അതൊന്നും പറ്റിയില്ല കേട്ടോ. മേ ബി അത് ആ ഒരു ഹാർവെസ്റ്റിംഗ് ടൈം ഒന്നും ആയിരുന്നില്ല, അതുകൊണ്ടായിരിക്കാം. സ്ട്രോബെറി ആക്ച്വലി എൻ്റെ ഫേവറേറ്റ് ഫ്രൂട്ടാണ്. അതിങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടല്ല, പക്ഷെ അതിങ്ങനെ കാണാനും ചിത്രം വരയ്ക്കാനൊക്കെ ഇഷ്ടമാണ്, അതുകൊണ്ട്. പിന്നെ നമ്മളൊരു സ്ട്രോബെറി വാങ്ങിച്ചു. പിന്നെ ഞങ്ങൾ വേറെ ഏതോ ഒരു പോയിന്റിലും പോയി. നല്ല വ്യൂ ഇനി ആ ഒരു സൺസെറ്റിന്റെ ടൈമിന്. അപ്പോൾ
നമ്മൾ ട്രക്കിങ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നല്ല ഇരുട്ടായിരുന്നു. ഇത് നമ്മൾ ലാസ്റ്റ് പോയിന്റ് പോകുമ്പോഴാട്ടോ ഈ വീഡിയോ എടുത്തത്. അത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അതിലേറെ ഇരുട്ടായിരുന്നു. അങ്ങനെ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ അത്രേ ഉള്ളൂ. പിന്നെ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി വെറുതെ ഒരു ഔട്ടിംഗ് ആയിട്ട് കോട്ടക്കുന്ന് പോയി. അപ്പോൾ അതിൻ്റെതാണ് ഇനി. അങ്ങനെ വ്ളോഗ് എടുക്കണം എന്ന് വിചാരിച്ച് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കുറച്ച് റാൻഡം വീഡിയോസ് ആഡ് ചെയ്യണമെന്നുള്ളൂ. പിന്നെ നമ്മൾ ആ റോപ്പ് സൈക്ലിങ് ചെയ്തു ഞാനും ലക്ഷ്മി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി എനിക്ക് ഇങ്ങനത്തെ അഡ്വഞ്ചറസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പേടിയാണ്, എന്നാൽ ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും ഞാനും ലക്ഷ്മി നല്ല എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പേടിച്ചെങ്കിലും നല്ല രസമുണ്ടായിരുന്നു. ഞാനും പോയിട്ട് ലക്ഷ്മി പെട്ടെന്നുണ്ടായതാണ് ഒറ്റ മൈൻഡ് എന്നൊക്കെ പറയാം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പാനിപ്പൂരിയൊക്കെ കഴിച്ചു. പിന്നെ ഭയങ്കര നൊസ്റ്റാൾജി അടിച്ചു കണ്ട് ഈ ഉപ്പിലിട്ട് ചാമ്പൊക്കെ ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ ഉപ്പിലിടാം. എന്നിട്ട് ഞാൻ എന്തിനാ വാങ്ങിയത്. പിന്നെ നമ്മൾ ബസ് കയറി. ഔട്ടിങ് ഒക്കെ കഴിഞ്ഞ അതിന്റെ തലവേദന എടുത്ത് വിറ്റ് ചെയ്യണം. ഇതിന്റെ കോല കേട്ടാ മനസ്സിലാവും. പോയ പോലെയല്ല, ഇതിന്റെ തലവേദന എടുത്തിട്ട് എന്തൊക്കെ ഒരവസ്ഥയാണ്. എന്നാലും വൈബാക്കാൻ നോക്കുക. പിന്നെ നമുക്ക് ഡിന്നറ് നശ്വന്റെ കൂടെ. ഇനി നമ്മള് അവിടെ തിരിച്ചെത്തിയപ്പോ തന്നെ വീട്ടിലവിടെ നശ്വന്റെ വീട്ടിലേക്ക് പോകുമ്പോ തന്നെ നല്ല ഇരുട്ടുമായി. ഞങ്ങൾ ആദ്യമായിട്ടാണ് ആക്ച്വലി ഫ്രണ്ട്സ് ഇത്ര ഇരുട്ടായി കണ്ട ഒരു ഔട്ടിങ്ങിന് തിരിച്ചു വരുന്നത്. ടു ബി ഓണസ്റ്റ് അന്ന് ഞാൻ നല്ലപോലെ എന്താ പറയാ എൻജോയ് ഒക്കെ ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു ഔട്ടിങ് ആയിരുന്നു. കുറച്ച് ആൾക്കാരുള്ളതിനും അതിന്റെ ആ ഒരു മിസ്സിങ് ഞങ്ങൾക്ക് നല്ലോണം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു. എനിക്ക് എൻ്റെ ലൈഫിൽ എൻ്റെ ഫാമിലി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ഇവരാണ്. ഞങ്ങളെ ഫ്രണ്ട്ഷിപ്പ് ലൈഫ് ലോങ് നിലനിൽക്കട്ടെ. ആമീൻ.